Good afternoon. Good Good afternoon. afternoon. Good afternoon, ma'am. Good afternoon, ma'am. ഓക്കെ, എങ്ങനെയുണ്ട്? മഴയൊക്കെ ഇതാ? ഇപ്പം മഴയാണ്, നല്ല മഴയാണ് ഇവിടെ. കറണ്ട് ഇല്ല മാം. മഴ, കറണ്ട് ഇല്ല. കറണ്ട് ഇല്ല. ഓക്കെ, നല്ല ബുദ്ധിമുട്ടിയാണല്ലോ അപ്പൊ ക്ലാസ് ഒക്കെ കേൾക്കുന്നത്. ഇച്ചാണ് ജിസ്ന അല്ലെ? ജിസ്ന കാണുന്നത് ക്ലാസ് ഒക്കെ. അതെ മാം, അതെ. ഓക്കെ, വീട്ടിലൊക്കെ കറണ്ട് ഉണ്ടോ? ജിസ്നയുടെ വീട്ടിലില്ല. പിന്നെ ആരുടെയൊക്കെയാണ് കറണ്ട് ഇല്ലാത്തത്? കറണ്ട് ഇല്ല. Good afternoon, ma'am. പാലം മുങ്ങി. എവിടെയാണ് വീട്? പൂയംകുട്ടിയിൽ. പൂയംകുട്ടി അറിയില്ല. ഏത് എറണാകുളത്താണോ? തട്ടേക്കാട് കുട്ടമ്പുഴ കേട്ടിട്ടുണ്ടോ? ഓക്കെ അത് കഴിഞ്ഞുള്ള സ്ഥലം മണികണ്ഠൻ ചാൽ എന്ന് പറഞ്ഞ സ്ഥലം. ഓക്കെ ഓക്കെ. എല്ലാരും സേഫ് ആയിട്ടിരിക്കാട്ടോ. ഇപ്പൊ കൊറോണ ഒക്കെ വരുന്നുണ്ടെന്ന് കേൾക്കുന്നുണ്ട്. സേഫ് ആയിട്ടിരിക്കുക, പനിയൊന്നും വരുത്താതെ. ഓക്കെ, കുട്ടികളൊക്കെ സൂക്ഷിക്കാൻ. നെക്സ്റ്റ് അടുത്ത ആഴ്ച തുടങ്ങി ഇനി സ്കൂളിൽ വിടണമല്ലോ നമ്മള്. സേഫ് ആയിട്ടിരിക്കുക. നല്ല മഴയാണ് ഇപ്പൊ. സൗണ്ട് ക്ലിയർ ആണോ മിസ്സിന്റെ? നിങ്ങൾക്ക് ഓക്കെ. ആരാ പ്രേയർ പാടുന്നത്? ഞാനാ മിസ്സേ. ഗുഡ് ആഫ്റ്റർനൂൺ. നൂറിഷ അല്ലേ? ദൈവമേ നിൻ പാദപൂജ ചെയ്തിടുവാൻ ഞങ്ങൾക്കുള്ളിൽ എന്നുമെന്നും മടിയാതെ തോന്നേണമേ. സത്യമാണ് ദൈവമെന്നും നീതിയാണ് ദൈവമെന്നും സ്നേഹമാണ് ദൈവമെന്നും തോന്നേണമേ. അമ്മയെന്നും അച്ഛനെന്നും ഗുരുവെന്നുമുള്ളവരെ സ്നേഹമോടെ കുമ്പിടുവാൻ തോന്നേണമേ. ദൈവമേ നിൻ പാദപൂജ ചെയ്തിടുവാൻ ഞങ്ങൾക്കുള്ളിൽ എന്നുമെന്നും മടിയാതെ തോന്നേണമേ. താങ്ക് യു. കഴിഞ്ഞു. ഹായ് മാം, ഞാനാണ് സൈനിൻ. സൈനിൻ പറയട്ടെ? ഹലോ, മാമിനെ കാണുന്നില്ലല്ലോ. പറഞ്ഞോളൂ. Good morning, everyone. I am Shahana, and I am welcome to today's live class. It's wonderful to see you all joining in. We were excited to diving into today's lesson with Midros ma'am, who will guide us through physical and motor development topic. Please feel free to ask question anytime, and let's make this a productive and engaging learning session together. Let's begin our class with thought action song. Action song, welcome Fatima for thought action song and thought. ആക്ഷൻ സോങ് തോട്ട് പറയട്ടെ മാം. Good afternoon, ma'am, and good afternoon, my dear friends. Myself, Fatima Unais. Thought of the day. If my determination to succeed is strong, failure will never quote. വിജയിക്കാൻ ഞാൻ എടുത്തിട്ടുള്ള തീരുമാനത്തിന് കരുത്തുണ്ടെങ്കിൽ പരാജയം ഒരിക്കലും എന്നെ പിന്തള്ളുകയില്ല. APJ അബ്ദുൽ കലാം. താങ്ക് യു. സ്റ്റോറി ഉണ്ടേ മാം?
ആക്ഷൻ സോങ് ആരാ? സ്റ്റോറി പറയട്ടെ. Good afternoon, ma'am. I am Jisna. Today I am telling a short story. Two silly goats. Once, two silly goats wanted to cross a narrow bridge. They started crossing the bridge from two ends. When they met at the middle of the bridge, they began to fight. As they were fighting, both fell into water and were drowned. Moral of the story: pride grows before a fall. Thank you, ma'am. ഓക്കെ, നെക്സ്റ്റ് ആരാ? ആക്ഷൻ സോങ് ആരാ? ആക്ഷൻ സോങ് ആരായിരുന്നു? പറഞ്ഞല്ലോ, ഫൈൻ പറഞ്ഞപ്പോ ആക്ഷൻ സോങ് ഉണ്ടല്ലോ. വ്യാടില്ല. ഓക്കെ, ചിലപ്പോ നമ്മുടെ ക്ലാസ് ചിലപ്പോ കട്ടാവാട്ടോ, നല്ല മഴയുണ്ട്. അപ്പൊ അത് നേരത്തെ പറയാനാണ്. എന്തെങ്കിലും ആയിട്ടുണ്ടെങ്കിൽ നെറ്റിന്റെ പ്രശ്നമോ അല്ലെങ്കിൽ എന്തെങ്കിലും റേഞ്ചിന്റെ പ്രശ്നം അല്ലെങ്കിൽ പവർ ഫെയിലർ ഒക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോ കട്ടാവാം കേട്ടോ. ഓക്കെ മാം, എന്റെ കുട്ടിക്ക് ഒരു പാട്ട് പാടണമെന്ന്. ഓക്കെ, പാടിക്കോളൂ. ഓണാക്കട്ടെ. പാർക്കും കിളി പാറി പാർന്ന് കളിച്ചോളൂ, പാറി പാർന്ന് കളിച്ചോളും. ഇതെല്ലാം കൊത്തില്ല, കൂട്ടി വെക്കുന്നില്ല, കൂട്ടി വെക്കുന്നില്ല. ഇതെല്ലാം കൊത്തില്ല, കൂട്ടി വെക്കുന്നില്ല, എന്നും കൂട്ടിക്കുന്നില്ല. കേട്ടോ. അമ്മമാര് ആ കുഞ്ഞുങ്ങളെ കണ്ടുപിടിക്കും കേട്ടോ, പറഞ്ഞ അപ്പൊ തന്നെ ചെയ്യരുത്. ഓക്കെ, നമ്മളെടുത്ത പോർഷൻ എവിടെ വരെയായിരുന്നു? നമ്മള് എടുത്തത് ഫിസിക്കൽ ആൻഡ് മോട്ടോർ ഡെവലപ്മെന്റ് ആയിരുന്നു അല്ലെ? ക്യാരക്ടറിസ്റ്റിക്സ് പറഞ്ഞു. അതുപോലെ തന്നെ നമ്മൾ എടുത്തത് ലാസ്റ്റ് പോർഷൻ എടുത്തത് ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് ഫിസിക്കൽ ഡെവലപ്മെന്റ്. ഓക്കെ, പേജ് നമ്പർ എത്രയായിരുന്നു? 42 ആയിരുന്നു അല്ലേ? ഏതൊക്കെ ഫാക്ടേഴ്സ് ആണെന്ന് റീക്യാപ്പ് ചെയ്യാൻ പറ്റുമോ ആർക്കെങ്കിലും? നമ്മൾ കുറച്ച് ദിവസമായി ക്ലാസ്സിൽ കയറിയിട്ടല്ലേ? ഏതൊക്കെ ഫാക്ടേഴ്സ് ആയിരുന്നു ഫിസിക്കൽ ഡെവലപ്മെന്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്, സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ഏതൊക്കെയാണ്? ആരെങ്കിലും ഒരാള്? ഞാൻ പറയാമോ? ആതിര. The traits and characteristics inherited at the time. 1 minute മോളെ, 1 minute. ഒന്ന് പറഞ്ഞേ, കേൾക്കുന്നില്ലായിരുന്നു. പറഞ്ഞോളൂ. First point, the traits and characteristics inherited at the time of conception. Second, the physical as well as mental health of the mother during time of pregnancy. Nutrition received by ഫസ്റ്റ് പോയിന്റ് ഗർഭിണിയായ സമയത്ത് ലഭിക്കുന്ന സ്വഭാവ ഗുണങ്ങള്. The physical as well as mental health of the mother during time of pregnancy. ഗർഭകാലത്ത് അമ്മയുടെ ശാരീരികവും മാനസികവുമായ വെൽത്ത്. 3, ന്യൂട്രീഷൻ റിസീവ്ഡ് ബൈ എംബ്രിയോ വിത്തിൻ ദ വോം ഓഫ് ദ മദർ. അമ്മയുടെ ഗർഭപാത്രത്തിന് കിട്ടേണ്ട പോഷണം. കണ്ടീഷൻ ആൻഡ് കെയർ അറ്റ് ദ ടൈം ഓഫ് ഡെലിവറി. ഡെലിവറി സമയത്ത് അവസ്ഥയും ആ സമയത്ത് കിട്ടേണ്ട പരിചരണം. ന്യൂട്രീഷൻ റിസീവ്ഡ് ബൈ ദ ചൈൽഡ് ആഫ്റ്റർ ബർത്ത്. കുഞ്ഞിന് ലഭിക്കേണ്ട പോഷകാഹാരം. presence or absence of physical
ഡിഫക്ട്സ്, ഇൽനെസ് ആൻഡ് ഡിസീസ്. അതെന്താ മാം? ശാരീരിക അസുഖങ്ങളും അല്ല വൈകല്യങ്ങളും അതുകൊണ്ടുള്ള അസുഖങ്ങളും അങ്ങനെയാണോ? അതെ അതെ, അങ്ങനെ ഒന്നുകൂടി പറയാം. അതില് പറഞ്ഞോളൂ. The living condition are physical, social and culture. The opportunities of recreation, self-expression, play, exercise, rest and sleep. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമ്മള് ഫിസിക്കൽ ഡെവലപ്മെന്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ആയിട്ട് പറയുന്നു അല്ലെ. ഫസ്റ്റ് പോയിന്റ് ഒന്നുകൂടി നമുക്ക് റീക്യാപ്പ് ചെയ്യാം. എന്താണ്? The traits and characteristics inherited at the time of conception. ഗർഭധാരണ സമയത്ത് അല്ലെ, ഗർഭിണി ആയിരിക്കുന്ന സമയത്ത് കുഞ്ഞിന് എന്താണ് പാരമ്പര്യമായിട്ട് കിട്ടുന്നുണ്ട് അല്ലെ. ഓരോ ക്യാരക്ടറിസ്റ്റിക്സ് നമ്മൾ പറയാറുണ്ടല്ലേ, അച്ഛന്റെ മുഖമാണ് അല്ലെങ്കിൽ അമ്മയുടെ മുഖമാണ്, പിന്നെ വിരലുകൾ പറയാറുണ്ട്, അത് അവരുടെയാണ് ഇവരുടെയാണെന്ന് പറയാറുണ്ടല്ലേ. അതുപോലെ മുടി, ചെവി കണ്ടിട്ട് പറയാറുണ്ട്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ പാരമ്പര്യമായിട്ട് കിട്ടുന്ന സ്വഭാവ സവിശേഷതകളുണ്ട്. അതുപോലെ തന്നെ എന്താണ്, ഈ പ്രഗ്നൻസി ടൈമില് അമ്മയോട് പറയാറുണ്ട് നമ്മൾ നല്ല രീതിയിൽ ഹാപ്പി ആയിട്ട് ഇരിക്കാനായിട്ട് അല്ലെ. അവളിപ്പോ ഗർഭധാരണ സമയത്ത് കുഞ്ഞിന്റെ അമ്മ എന്താണ് ഇപ്പോ എന്തെങ്കിലും കാരണത്താൽ, ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇൻസിഡന്റ് ഒക്കെ ഇവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഓർക്കുന്നുണ്ടോന്ന് അറിയില്ല. അപ്പൊ അങ്ങനെയുള്ള എന്താണ് എന്തെങ്കിലും ദുഃഖിച്ചിട്ടോ അങ്ങനെ എന്തെങ്കിലും ഇരിക്കുന്ന സമയമാണ് പ്രഗ്നൻസി ടൈമിൽ, അങ്ങനെ വല്ല ദുഃഖങ്ങളോ നമുക്ക് താങ്ങാനാവാത്ത ദുഃഖങ്ങളൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കുഞ്ഞിനെ എഫക്ട് ചെയ്യുന്നുണ്ട്. അമ്മയുടെ മെന്റൽ ആൻഡ് ഫിസിക്കൽ ഹെൽത്ത് അങ്ങനെയുള്ള കാര്യങ്ങളും കുഞ്ഞിനെ എഫക്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഈ എന്താണ് ഗർഭിണി ആയിരിക്കുമ്പോൾ കുഞ്ഞിൽ നിന്ന് കിട്ടുന്ന അമ്മയിൽ നിന്ന് കുഞ്ഞുങ്ങൾക്ക് നല്ല ഭക്ഷണം കഴിക്കാൻ പറയാറുണ്ടല്ലേ നമ്മളോട്. കുഞ്ഞുങ്ങൾക്ക് അത് കിട്ടണമെങ്കിൽ നല്ല രീതിയിലുള്ള ഫുഡ് നമ്മൾ അമ്മമാരെ കഴിക്കേണ്ടതുണ്ട്. അതും ഫിസിക്കൽ ഡെവലപ്മെന്റിനെ എഫക്ട് ചെയ്യുന്ന കാര്യമാണ്. അതുപോലെ തന്നെ ഡെലിവറി ടൈമിൽ നമുക്കിപ്പോ അമ്മയ്ക്ക് എന്തെങ്കിലും ഡിഫിക്കൽട്ടീസ്, എന്താണ് BP കൂടാം, അല്ലെങ്കിൽ ഷുഗർ ഉണ്ടാവാം, ഹാർട്ട് ബീറ്റ്, അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങൾ. അതുപോലെ തന്നെ കുഞ്ഞിന് എന്താണ് പൊക്കിൾക്കൊടിയൊക്കെ ചുറ്റാറുണ്ട്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളും കൊച്ചിന്റെ ഫിസിക്കൽ ഡെവലപ്മെന്റിനെ എഫക്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ന്യൂട്രീഷൻ റിസീവ്ഡ് ബൈ ദ ചൈൽഡ് ആഫ്റ്റർ ബർത്ത്. കുഞ്ഞ് ജനിച്ച ശേഷവും കുഞ്ഞിന് എങ്ങനെയാണ് ന്യൂട്രീഷൻ കിട്ടുന്നത്? അമ്മയുടെ മുലപ്പാലിൽ നിന്ന് അല്ലെ, ബ്രസ്റ്റ് ഫീഡിൽ നിന്നാണ് ന്യൂട്രീഷൻസ് റിസീവ് ചെയ്ത് ജനിച്ച ശേഷം കുഞ്ഞിന് കിട്ടുന്നത്. അതുപോലെ തന്നെ പ്രസൻസ് ആൻഡ് ആബ്സെൻസ് ഓഫ് ഫിസിക്കൽ ഡിഫക്ട്സ്, ഇൽനെസ് ആൻഡ് ഡിസീസസ്. ഇപ്പോ അച്ഛനോ അമ്മയ്ക്കോ എന്തെങ്കിലും വൈകല്യങ്ങൾ ഉണ്ടാകുമ്പോ അല്ലെങ്കിൽ എന്തെങ്കിലും രോഗങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ പാരമ്പര്യമായിട്ട് കുഞ്ഞുങ്ങൾക്ക് അത് കിട്ടാവുന്നതാണ്. അതുപോലെ തന്നെ ലിവിങ് കണ്ടീഷൻസ് അല്ലെ, ജീവിത സാഹചര്യങ്ങൾ, ഫിസിക്കൽ ആയിക്കോട്ടെ, സോഷ്യൽ ആയിക്കോട്ടെ, അതുപോലെ കൾച്ചറലി ആയിക്കോട്ടെ, അതും കുഞ്ഞിനെ എഫക്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ റിക്രിയേഷൻ ഓപ്പർച്യൂണിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓപ്പർച്യൂണിറ്റി അവസരങ്ങൾ അല്ലെ. റിക്രിയേഷൻ എന്ന് പറഞ്ഞാൽ വിനോദം, അതുപോലെ തന്നെ സെൽഫ് എക്സ്പ്രഷൻസ്, സ്വയം പ്രകടിപ്പിക്കല്, സെൽഫ്, അതുപോലെ തന്നെ പ്ലേ, കളികള്, എക്സസൈസ്, റെസ്റ്റ്, അതുപോലെ സ്ലീപ്പ്. ഇതൊക്കെ നമ്മൾ എന്താണ് കുഞ്ഞിന്റെ ഫിസിക്കൽ ആയിട്ടുള്ള ഡെവലപ്മെന്റിനെ കുറിച്ച് ചെയ്യുന്നുണ്ട്. നമ്മൾ പറയാറുണ്ട് അല്ലെ, കുഞ്ഞുങ്ങളായിരിക്കുമ്പോൾ അവരെ നല്ല രീതിയിൽ കിടത്തി ഉറക്കാം, ഉച്ചയ്ക്ക് ശേഷമൊക്കെ കുറച്ചു നേരം കുഞ്ഞുങ്ങൾ ഉറങ്ങണം, എന്നാലേ അവര് വളരുള്ളൂ എന്നൊക്കെ അമ്മമാരോ അല്ലെങ്കിൽ മുത്തശ്ശിമാരൊക്കെ നമ്മളോട് പറയാറുണ്ട് അല്ലെ. അതുപോലെ നല്ല രീതിയിലുള്ള എക്സസൈസ് കൊടുക്കാം, ദഹിക്കാനായിട്ട്, ഫുഡൊക്കെ ദഹിക്കാനായിട്ട് നല്ല രീതിയിൽ അവരെ പ്രോത്സാഹിപ്പിക്കാം, കളിക്കാനായിട്ടും അതുപോലെ തന്നെ വിനോദത്തിൽ ഏർപ്പെടുത്താനൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യമാണ്. ഇതൊക്കെയാണ് ഫിസിക്കൽ ഡെവലപ്മെന്റിനെ എഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നോക്കിയതാണ്. ഇനി നെക്സ്റ്റ് ആണ് പ്രിൻസിപ്പിൾസ്. ഓക്കെ, പ്രിൻസിപ്പിൾസ് ആണ് പഠിക്കാൻ പോകുന്നത്. മോട്ടോർ ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? മോട്ടോർ ഡെവലപ്മെന്റ് എന്തായിരുന്നു? മോട്ടോർ ഡെവലപ്മെന്റ് ഓർമ്മയുണ്ടോ? എഴുത്തണത്തിണ്ടായിരുന്നു ഞാൻ. മോട്ടോർ ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? പേശികളും മസിലുകളും മനഃപൂർവ്വം പ്രവർത്തിക്കുന്ന ഒരു പ്രക്രിയയാണ് മോട്ടോർ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. പറയാൻ പറ്റുമോ എക്സാമ്പിള്? ഓടുക അല്ലേ, ഓടുന്നത് അല്ലെ. അപ്പൊ നമ്മളിപ്പോ ഇങ്ങനെ നടക്കണം, അല്ലെങ്കിൽ നടക്കാൻ പറഞ്ഞിട്ടല്ല അവൻ നടക്കുന്നത് അല്ലെ, അവൻ തന്നെ പഠിക്കുന്ന കാര്യങ്ങളാണ്. അതുപോലെ സൈക്കിൾ ചവിട്ടാൻ പഠിക്കുന്നത്, ചാടാൻ പഠിക്കുന്നത് അല്ലെ, എവിടെയെങ്കിലും ഇപ്പൊ ജനലിലൊക്കെ വലിഞ്ഞു കയറാൻ പഠിക്കുന്നതൊക്കെ എന്താണ്? താനെ അവൻ ചെയ്യുന്ന കാര്യങ്ങളാണ് അല്ലെ. താനെ പഠിക്കുന്ന, താനെയുള്ള ആ പഠിക്കുന്ന കാര്യങ്ങളെയാണ് നമ്മൾ
ഈ മോട്ടോർ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, ഈ അതിന്റെ പ്രിൻസിപ്പിൾസ് ആണ് പഠിക്കുന്നത്. ഒരു 6 പ്രിൻസിപ്പിൾസ് ആണ് പഠിക്കുന്നത് നമ്മള്. ഫസ്റ്റ് വൺ നോക്കാം. മാപ്പ് ടു സ്പെസിഫിക് ട്രെൻഡ്. Map to specific trend. At the early stage, the child's motor activity is identified by mass reaction, which little by little becomes adaptive and more specific it grow up. എന്താണ് മാപ്പ് ടു സ്പെസിഫിക് ട്രെൻഡ്? പ്രിൻസിപ്പിൾസ് ഓരോന്നും നോക്കിച്ച് പഠിക്കണം കേട്ടോ. മാപ്പ് ടു സ്പെസിഫിക് ട്രെൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തുടക്ക സമയത്ത് അല്ലെ, ഒരു കുഞ്ഞ് ജനിച്ചത് മുതൽ ആ കുട്ടിയിൽ നടക്കുന്ന മസിൽസിന്റെ ഡെവലപ്മെന്റിനെ കുറിച്ചാണ് ഈ 10 പ്രിൻസിപ്പിളിൽ പറയുന്നത്. എന്താണ്? തുടക്കം, ആ കുട്ടി ജനിച്ച സമയം മുതൽ കുട്ടിയിൽ നടക്കുന്ന മസിൽസിന്റെ ഡെവലപ്മെന്റിന്റെ കാര്യങ്ങളാണ് മാപ്പ് ടു സ്പെസിഫിക് ട്രെൻഡ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ നമുക്ക് പറയാം. ഒരു കുട്ടി ആദ്യം ജനിച്ചു അല്ലെ, ജനിക്കുമ്പോ എന്താണ്, അവന് കാലുറച്ച് നടക്കുവോ അവൻ? ആദ്യം ഇല്ല. ആദ്യം അവൻ ജനിച്ച് കുറച്ച് നമ്മൾ ലിറ്റിൽ മൂവ്മെന്റ്സ് അല്ലെ, കൈയൊക്കെ ഇങ്ങനെ പിടിച്ചിട്ടായിരിക്കും കിടക്കുന്നത്. പിന്നീട് കുറച്ച് മാസങ്ങൾ കഴിയുമ്പോൾ കൈ നിവർത്താനായിട്ട് തുടങ്ങും. പിന്നെ എന്താണ്, എണീറ്റ് ചരിഞ്ഞ് കിടക്കും. അത് കഴിഞ്ഞ് തലയുറക്കാനായിട്ട് തുടങ്ങും അല്ലെ. അങ്ങനെ ലിറ്റിൽ മൂവ്മെന്റ്സിലൂടെയാണ് കുട്ടി ഡെവലപ്പ് ആകുന്നത് അല്ലെ, കുട്ടിയില് വികാസം സംഭവിക്കുന്നത്. ഓർത്ത് നോക്കിയേ, നിങ്ങളുടെ കുട്ടികളൊക്കെ ജനിച്ചപ്പോ അങ്ങനെ ആയിരുന്നില്ലേ? ആദ്യം ഇങ്ങനെ കിടക്കും, കൈ ഇങ്ങനെ കൂട്ടിപ്പിടിച്ചായിരിക്കും അല്ലെ, വിരലുകളൊക്കെ ഇങ്ങനെ അടക്കി പിടിച്ചായിരിക്കും കിടക്കുന്നത് അല്ലെ. അതിനുശേഷം അവൻ വലുതായി തുടങ്ങും തോറുമാണ് കൈയൊക്കെ നിവർത്തി, അതുപോലെ തലയൊക്കെ നേരെ തിരിച്ച്, ആദ്യമൊക്കെ തല ഇങ്ങനെ ആടുന്നുണ്ടാവും അല്ലെ. അതിനുശേഷം ഒരു 3 മാസമൊക്കെ കഴിയുമ്പോൾ തലയൊക്കെ നല്ല രീതിയിലായി തല കറക്റ്റ് ആയിട്ട് നിൽക്കാനായിട്ട് തുടങ്ങും. പിന്നീട് ചുരുളാനായിട്ട് അല്ലെ, പിന്നീട് പിടിച്ച് നടക്കാനായിട്ട് തുടങ്ങും. പിന്നെ കറക്റ്റ് ആയിട്ട് നടക്കും, ഓടാൻ തുടങ്ങും, ചാടാൻ തുടങ്ങും. പിന്നെ ഒരു സ്റ്റോപ്പ് ഉണ്ടാവില്ല അല്ലെ, നിൽക്കില്ല, നമ്മൾ നിർത്തിയോടത്ത് നിൽക്കില്ല, ആള് തന്നെ ഓടാനും ചാടാനും ഒക്കെ തുടങ്ങും അല്ലെ. അങ്ങനെയാണ് ഇവിടെ വികാസം സംഭവിക്കുന്നത്. കുട്ടിയുടെ ആ ജനിച്ച ആ സമയം മുതൽ കുട്ടിയില് നടക്കുന്ന മസിൽസിന്റെ ഡെവലപ്മെന്റ് ആണ് ഇവിടെ പറയുന്നത് കേട്ടോ. മസിൽ സ്ട്രെങ്ത് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് പഠിക്കുന്നത്? മാപ്പ് ടു സ്പെസിഫിക് ട്രെൻഡ്. അതാണ് ആ പ്രിൻസിപ്പിൾ. ഫസ്റ്റ് പ്രിൻസിപ്പിളിൽ പറയുന്നത് എന്താണ്? കുട്ടി ജനിച്ചത് മുതൽ കുട്ടിയിൽ നടക്കുന്ന മസിൽസിന്റെ ഡെവലപ്മെന്റ് ആണ് പറയുന്നത്. അറിയുന്നവര് നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ മിസ് പറയുമ്പോൾ എഴുതി വെക്കാം കേട്ടോ. ഓക്കെ, അപ്പൊ ആദ്യം എന്താണ്, കുറച്ച് ലിറ്റിൽ മൂവ്മെന്റ്സ് ആണ് ഉണ്ടാകുന്നത് അല്ലെ. പിന്നീട് വലുതാകും തോറുമാണ് ഓരോ കാര്യങ്ങൾ ചെയ്യാനായിട്ട് അവൻ താനെ ചെയ്ത് പഠിക്കാനായിട്ട് തുടങ്ങുന്നത്. മനസ്സിലായോ? ഫസ്റ്റ് പ്രിൻസിപ്പിള് മാപ്പ് ടു സ്പെസിഫിക് ട്രെൻഡ്. ഇവിടെ പറയുന്നത് എന്താണ്? കുട്ടി തുടക്ക സമയം മുതൽ, കുട്ടി ജനിച്ചത് മുതൽ കുട്ടി വളർന്ന് വരുന്ന ആ മസിൽ, അതിന്റെ ആ ഡെവലപ്മെന്റ്, വളരുന്ന സമയത്ത് മസിലിന് ഡെവലപ്മെന്റ് ഉണ്ടാകുന്നതാണ് ഇവിടെ പറയുന്നത്. എക്സാമ്പിളൊക്കെ ഒന്ന് എഴുതി വെക്കാം. കുട്ടി ആദ്യം ജനിച്ചത് എന്താണ്? ജനിച്ചു കഴിഞ്ഞ് കയ്യൊക്കെ ചുരുട്ടി പിടിച്ചാണ് കിടക്കുന്നത് അല്ലെ. അതിനുശേഷം 3 മാസങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഒന്ന് തല കറക്റ്റ് ആയിട്ട് പിടിക്കാൻ തുടങ്ങും, നീന്താൻ തുടങ്ങും, ഓരോ കാര്യങ്ങളും ഇങ്ങനെ പിടിച്ച് നടക്കാനായിട്ട് തുടങ്ങും അല്ലെ. അതിനുശേഷം ഓടാനും ചാടാനൊക്കെ തുടങ്ങും. മസില് അങ്ങനെ തന്നെ ലിറ്റിൽ ബൈ ലിറ്റിൽ ആയിട്ട് എന്ത് ചെയ്യാനായിട്ട് തുടങ്ങും? ഡെവലപ്പ് ചെയ്യാനായിട്ട് തുടങ്ങും. ഒന്നുകൂടി പറയാം മിസ്സേ. ഓക്കെ, മാപ്പ് ടു സ്പെസിഫിക് ട്രെൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുട്ടി ജനിച്ച ആ തുടക്കം മുതൽ കുട്ടിയിൽ നടക്കുന്ന മസിൽസ് ഡെവലപ്മെന്റ് ആണ് നമ്മൾ ഫസ്റ്റ് പ്രിൻസിപ്പിളിൽ പറയുന്നത്. ജനിച്ചത് മുതൽ കുട്ടിയിൽ നടക്കുന്ന മസിൽ ഡെവലപ്മെന്റ്, മസില് സ്ട്രെങ്ത് ഐഡന്റിഫൈ ചെയ്യുകയാണ് ഇവിടെ ചെയ്യുന്നത് കേട്ടോ. രണ്ടാമത്തെ പോയിന്റ് ജസ്റ്റ് ഒന്ന് വേണമെങ്കിൽ എഴുതി വെച്ചോളൂ. കുട്ടിയുടെ ആ ജനിച്ച സമയം മുതൽ കുട്ടിയിൽ നടക്കുന്ന മസിൽ ഡെവലപ്മെന്റ് ആണ് ഇവിടെ പറയുന്നത്.
മസിലിന്റെ സ്ട്രെങ്ത് ഐഡന്റിഫൈ ചെയ്യുകയാണ് ചെയ്യുന്നത്. എക്സാമ്പിൾ എങ്ങനെയാണ്? ആദ്യം കുട്ടി ജനിക്കുമ്പോ കൈ ആദ്യം ചുരുട്ടി പിടിച്ചാണല്ലേ കിടക്കുന്നത്. പിന്നീട് അവൻ മലർന്ന് കിടക്കാൻ തുടങ്ങും, കമിഴ്ന്ന് കിടക്കാൻ തുടങ്ങും. പിന്നീട് എന്താണ്, നീന്താനായിട്ട് തുടങ്ങും അല്ലെ. 3 മാസമൊക്കെ കഴിഞ്ഞ് തലയൊന്ന് കറക്റ്റ് ആക്കി പിടിച്ച് നീന്താനായിട്ട് തുടങ്ങും, ഉരുളാൻ തുടങ്ങും. അതുപോലെ ഒറ്റടി വെച്ച് നടക്കാനായിട്ട് തുടങ്ങും അല്ലെ. ഓരോ കാര്യങ്ങളും ഡെവലപ്മെന്റ്, മസിലിയ ഡെവലപ്മെന്റ്സ് സംഭവിക്കുന്നു. അതാണ് ഫസ്റ്റ് മാസ് ടു സ്പെസിഫിക് സ്ട്രെങ്ത് എന്ന് പറയുന്നത്. ഓക്കെ ആണോ? കിട്ടിയില്ലേ? ഓക്കെ. ഇനി നെക്സ്റ്റ് ആണ് ലാർജ് ടു സ്മോൾ ട്രെഞ്ച്. നെക്സ്റ്റ് പ്രിൻസിപ്പിൾ ആണ്. ഓട്ടോ ഡെവലപ്മെന്റിന്റെ പ്രിൻസിപ്പിൾസ് ആണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സെക്കൻഡ് പ്രിൻസിപ്പിൾ ആണ് എന്ത്? ലാർജ് ടു സ്മോൾ ട്രെഞ്ച്. ഇൻ മോട്ടോർ ആക്ടിവിറ്റീസ്, control and coordination of large fundamental muscles comes off before that of the smaller muscles. ഇവിടെ പറയുന്നത് ലാർജ് മസിൽസ് ആണ് ഫസ്റ്റ് ഉണ്ടാകുന്നത്. ഈ പ്രിൻസിപ്പിളിൽ പറയുന്നത് കുട്ടിക്ക് ആദ്യം ഉണ്ടാകുന്നത് എന്താണ്? ലാർജ് മസിൽസ് ആണ്. ഓക്കെ. അത് പിന്നീടാണ് ചെറിയ മസിൽസുകൾ എന്താണ് പ്രവർത്തന സജ്ജമാകുന്നത്. ഫസ്റ്റ് ഉണ്ടാകുന്നത് ലാർജ് മസിൽസ് ആണ്. ഇനി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പറയാം. വലിയ മസിലുകൾ ഇൻവോൾവ് ചെയ്യുന്ന പ്രവർത്തനങ്ങൾ, ഒന്നുകൂടി പറയാം, വലിയ മസിലുകൾ ഇൻവോൾവ് ചെയ്യുന്ന പ്രവർത്തനങ്ങൾ ചെറിയ മസിലുകൾ ഇൻവോൾവ് ചെയ്യുന്ന പ്രവർത്തനങ്ങളെക്കാൾ മുൻപ് നടക്കുന്നു. അതൊന്ന് എഴുതി വെച്ചേ. എന്നിട്ട് മിസ് എക്സാമ്പിൾ പറയുമ്പോ കണക്ട് ആക്കിയിട്ടൊന്ന് നോക്കാം കേട്ടോ. വലിയ മസിലുകള് ഇൻവോൾവ് ചെയ്യുന്ന പ്രവർത്തനങ്ങൾ, വലിയ മസിലുകൾ ഇൻവോൾവ് ചെയ്യുന്ന പ്രവർത്തനങ്ങൾ ചെറിയ മസിലുകൾ ഇൻവോൾവ് ചെയ്യുന്ന പ്രവർത്തനങ്ങളെക്കാൾ മുൻപ് നടക്കുന്നു. ചെറിയ മസിലുകൾ ഇൻവോൾവ് ചെയ്യുന്ന പ്രവർത്തനങ്ങളെക്കാൾ മുൻപ് നടക്കുന്നു. മാം സോറി, ഇംഗ്ലീഷ് നോട്ട് ഉണ്ടോ മാം? ഇംഗ്ലീഷ് നോട്ട് ഞാനിത് പറഞ്ഞു തരാം കേട്ടോ. എക്സാമ്പിൾ പറഞ്ഞു തരാം. അപ്പൊ ഒന്ന് മനസ്സിലാക്കിയാൽ മതി അങ്കീത. മനസ്സിലായി മാം, മനസ്സിലായി മാം. ജസ്റ്റ് റിട്ടേൺ എഴുതാനേ വേണമായിട്ട്, അത് മലയാളത്തിൽ എഴുതാനേ ഭയങ്കര ബുദ്ധിമുട്ടാവുന്നുണ്ട്. മലയാളത്തിൽ എഴുതണ്ട മോനെ, അത് മനസ്സിലാക്കിയാൽ മതി കേട്ടോ. ഓക്കെ ഒന്നുകൂടി പറയോ? പറയാം. മാം, അതായത് ഇൻബേൺ ബേബിക്ക് ആയിരിക്കും ലാർജ് മസിൽ ഉണ്ടാവുക, അതിനുശേഷം ആയിരിക്കും കുട്ടിക്ക് പിന്നീടുള്ള വളർച്ചയിലാണ് ചെറിയ മസിൽസ് രൂപപ്പെടുന്നതെന്നാണോ ഉദ്ദേശിച്ചത്? പ്രവർത്തന സജ്ജമാകുന്നത്. അത് മിസ് എക്സാമ്പിൾ പറഞ്ഞു തരാം. അപ്പൊ കണക്ട് ചെയ്ത് നോക്കിട്ടോ നിങ്ങള്. ഓക്കെ. നിങ്ങള് വലിയ മസിലുകൾ ഇൻവോൾവ് ചെയ്യുന്ന പ്രവർത്തനങ്ങൾ ചെറിയ മസിലുകൾ ഇൻവോൾവ് ചെയ്യുന്ന പ്രവർത്തനങ്ങളെക്കാൾ മുൻപ് നടക്കുന്നു. മസിലുകൾ ഉണ്ടാവും, ചെറിയതും വലുതുമായിട്ടുള്ള മസിലുകൾ ഉണ്ടാവും. പക്ഷെ എങ്ങനെയാണ്? വലിയ മസിലുകൾ ഇൻവോൾവ് ചെയ്യുന്ന പ്രവർത്തനങ്ങൾ ചെറിയ മസിലുകൾ ഇൻവോൾവ് ചെയ്യുന്ന പ്രവർത്തനങ്ങളെക്കാൾ മുൻപ് നടക്കുന്നു. കിട്ടിയോ? ഏതാണ്ട് ഒരു ഇത്തിരി കിട്ടിയില്ലേ? ഓക്കെ. എക്സാമ്പിൾ പറയാം. ആദ്യം കുഞ്ഞുങ്ങൾ ജനിക്കുമ്പോ എങ്ങനെയാണ് അവർ കൈ പിടിക്കുന്നത്? കൈ എങ്ങനെ പിടിക്കാം? ചുരുട്ടിയാണ് പിടിക്കുന്നത് അല്ലെ. കൈവിരലുകള് ചുരുട്ടി പിടിക്കും. എന്നിട്ടാണ് ഇങ്ങനെ കയ്യാനക്കോല അവര്. അപ്പൊ എന്താണ്? വലിയ മസിലുകളാണ് ആദ്യം പ്രവർത്തിക്കുന്നത് അല്ലേ. കൈകളിൽ എന്തായിരിക്കും? വലിയ മസിലുകളായിരിക്കും വിരലുകളിൽ ഉണ്ടാവുന്നത്. ഈ കുഞ്ഞു വിരലുകളില് ചെറിയ മസിലുകളാണോ വലിയ മസിലുകളാണോ ഉണ്ടാവുക? ചെറിയ മസിലുകളാണ് അല്ലെ. അപ്പൊ ആദ്യം എന്താണ്? അവർ കയ്യാനക്കും അല്ലെ. ഇങ്ങനെ ചുരുട്ടി പിടിച്ചിട്ടാണ് അവർ എന്ത് ചെയ്യാ? കയ്യാനക്കുന്നത് അല്ലെ. അപ്പൊ ആദ്യം വലിയ മസിലുകളാണ് കുഞ്ഞുങ്ങളിൽ പ്രവർത്തിക്കുന്നത്. പിന്നീട് കുറച്ച് മാസങ്ങൾ കഴിയുമ്പോഴാണ് കൈ ഇങ്ങനെ അനക്കി അല്ലെ ഓരോ കാര്യങ്ങൾ അവർ ചെയ്യുന്നത് അല്ലെ. ടോയിനെ പിടിക്കുന്നത് അല്ലെങ്കിൽ നമ്മളെ വിരൽ പിടിക്കുന്നതൊക്കെ എങ്ങനെയാണ്? കുറച്ച് മാസങ്ങൾ അല്ലെങ്കിൽ കുറച്ച് ദിവസങ്ങളിലൊക്കെ കഴിഞ്ഞിട്ടല്ലേ. അതാണ് ഇവിടെ പറയുന്നത്. കിട്ടിയോ?
എന്താണ് കൺസെപ്റ്റ് എന്ന് മനസ്സിലായോ? ഓക്കെ, മനസ്സിലായോ? ഒന്നുകൂടി പറയോ? ഓക്കെ, ആദ്യം കുഞ്ഞ് ജനിക്കുമ്പോൾ അവരുടെ കൈ എങ്ങനെയാണ്? ചുരുട്ടിയാണല്ലേ പിടിക്കുന്നത്. പക്ഷെ എന്താണ്, അവർ കൈ അനക്കുന്നുണ്ട് അല്ലെ? വലിയ മസിലുകളും ചെറിയ മസിലുകളും കുഞ്ഞുങ്ങൾക്ക് ഉണ്ടാകുന്നുണ്ട് ജനിക്കുമ്പോൾ തന്നെ. ഇനി ജനിക്കുമ്പോ ആദ്യം അനക്കി തുടങ്ങുന്നത് എങ്ങനെയാണ്? വലിയ മസിലുകൾ ഇൻവോൾവ് ചെയ്യുന്ന പ്രവർത്തനങ്ങളാണ്. കൈവിരലുകൾ നോക്കിയേ, എങ്ങനെയാണ്? ഇങ്ങനെ പിടിച്ചിട്ടാണ് അല്ലെ, ചുരുട്ടി പിടിച്ചിട്ടാണ് അവര് എന്ത് ചെയ്യുന്നത്? അനക്കി തുടങ്ങുന്നത്. പിന്നീട് കുറച്ച് ദിവസങ്ങളോ അല്ലെങ്കിൽ മാസങ്ങളൊക്കെ കഴിയുമ്പോഴാണ് കൈ ഒന്ന് ഇങ്ങനെ നിവർത്താനായിട്ട്, കൈവിരലുകള് നിവർത്താനായിട്ട് തുടങ്ങുന്നത് അല്ലെ. അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ പിടിക്കുന്നതോ അല്ലെങ്കിൽ എന്തെങ്കിലും ടോയിനെ പിടിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് അവരെങ്ങനെയാണ് ജനിക്കുമ്പോൾ തന്നെ അവർ പിടിച്ചു തുടങ്ങുമോ? ഇല്ല, കൈ ആദ്യം ചുരുട്ടി അല്ലെ, വിരലുകൾ ആദ്യം ചുരുട്ടി പിടിച്ചിട്ടാണ് അവര് എന്ത് ചെയ്യുന്നത് അല്ലെ, ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത് അല്ലെ. പക്ഷെ വലിയ മസിലുകൾ അനക്കുന്നുണ്ട്. ആദ്യം അപ്പോ വലിയ മസിലുകളാണ് പ്രവർത്തിക്കുന്നത്. പിന്നീടാണ് കുഞ്ഞുകുട്ടികളില് ചെറിയ മസിലുകള് എന്ത് ചെയ്യുന്നത്? അനക്കാനായിട്ട് തുടങ്ങുന്നത് അല്ലെ. ക്ലിയർ ആയോ? കൺസെപ്റ്റ് കിട്ടിയോ? മനസ്സിലായോ ഷോണിമ? ഓക്കെ അല്ലേ? അപ്പോ ഒന്നുകൂടിയും പറയാം. വലിയ മസിലുകള് ഇൻവോൾവ് ചെയ്യുന്ന പ്രവർത്തനങ്ങൾ ചെറിയ മസിലുകള് ഇൻവോൾവ് ചെയ്യുന്ന പ്രവർത്തനങ്ങളെക്കാൾ മുൻപ് നടക്കുന്നു. കൈ അനക്കി തുടങ്ങുന്നു അല്ലെ, വലിയ മസിലുകൾ കൊണ്ട് അനക്കി തുടങ്ങി. പിന്നീടാണ് ചെറിയ മസിലുകള് എന്ത് ചെയ്യാൻ തുടങ്ങിയത്? പ്രവർത്തന സജ്ജമാവാനായിട്ട് തുടങ്ങിയത്. ഓക്കെ ആണോ? നമ്മൾ രണ്ട് പ്രിൻസിപ്പിളും പറഞ്ഞത്, ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ഒന്ന് വായിച്ചു നോക്കിയേ. നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ അവിടെ എഴുതി വെക്കാം കേട്ടോ. ഇത്തിരി എന്താണ് കിട്ടാനായിട്ട് ഇത്തിരി ബുദ്ധിമുട്ടുണ്ട്. കൺസെപ്റ്റ് നമ്മുടെ ഇതിലോട്ട് ക്യാച്ച് ചെയ്ത് കിട്ടാനായിട്ട് ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ടാണേ. ഫസ്റ്റ് പ്രിൻസിപ്പളിന് എക്സാമ്പിൾ പോലെ എന്തെങ്കിലും ഉണ്ടോ? അതാകുമ്പോ കുറച്ചുകൂടെ മനസ്സിൽ നിൽക്കും. ഒന്ന് പറ. എക്സാമ്പിൾ ഞാൻ പറഞ്ഞില്ലേ, എന്താണ് ആദ്യം എന്താണ് കുട്ടിയുടെ ജനിക്കുന്നത് മുതല് എന്താണ് കുട്ടിയിൽ നടക്കുന്ന മസിൽ ഡെവലപ്മെന്റ് ആണല്ലേ അവിടെ പറയുന്നത്. ഫസ്റ്റ് തന്നെ എന്താണ് ലിറ്റിൽ ബൈ ലിറ്റിൽ ആയിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യാനായിട്ട് തുടങ്ങും. പിന്നീട് ഓടുക, ചാടുക, സൈക്കിളിൽ ഓടുക അല്ലെ, അങ്ങനെയുള്ള വരുന്നുണ്ട്. മസിൽ ഡെവലപ്മെന്റ് ഡെവലപ്പ് ആയിട്ട് വരുന്നുണ്ട്. കിട്ടിയില്ലേ? മൂന്നാമത്തെ പറയട്ടെ? ഓക്കെ ആണോ എല്ലാവർക്കും? രണ്ടുപേരെ ഓക്കെ ആണോ? മാക്സ് സ്പെസിഫിക് ട്രെൻഡും ലാർജ് സ്മോൾ ട്രെൻഡും ഓക്കെ അല്ലേ? ഇനി മൂന്നാമത്തെ പ്രിൻസിപ്പിൾ ആണ് സെഫാലോകാഡൽ ട്രെൻഡ്. മോട്ടോർ കൺട്രോൾ ആൻഡ് കോർഡിനേഷൻ ഡെവലപ്പ് ഫസ്റ്റ് ഇൻ ദ ഹെഡ് റീജിയൻ ആൻഡ് then proceed down to the foot in the direction of the longitudinal axis. അപ്പൊ എന്താണ് സെഫാലോകാഡൽ ട്രെൻഡ് എന്ന് പറഞ്ഞാല് ഫസ്റ്റ് ടൈപ്പ് ഓഫ് ഡെവലപ്മെന്റ് ആണ് കേട്ടോ. ഇതൊന്ന് നോട്ട് ചെയ്ത് വെക്കാം. ഫസ്റ്റ് ടൈപ്പ് ഓഫ് ഡെവലപ്മെന്റ്, ഫസ്റ്റ് ടൈപ്പ് ഓഫ് വികാസമാണ് സെഫാലോകാഡൽ ട്രെൻഡ് എന്ന് പറയുന്നത്. ഇതില് എങ്ങനെയാണ് കുട്ടിക്ക് വികാസം ഡെവലപ്മെന്റ് ഉണ്ടാകുന്നത് എങ്ങനെയാണ് പറയുന്നത്? ഹെഡ് ടു ഫുട്ട്, തല മുതല് കാൽപാദം വരെയാണ് ഡെവലപ്മെന്റ്സ് സംഭവിക്കുന്നത്. ഹെഡ് ടു ഫുട്ട് ഡയറക്ഷൻ, ഫസ്റ്റ് ടൈപ്പ് ഓഫ് ഡെവലപ്മെന്റ്. അതുപോലെ സെക്കൻഡ് പോയിന്റ് എഴുതേണ്ടത് ഹെഡ് ടു ഫുട്ട് ഡയറക്ഷൻ ആണ് ഡെവലപ്മെന്റ് സംഭവിക്കുന്നത്. ഇനി ആദ്യം എവിടെയാണ് ഡെവലപ്മെന്റ് ഉണ്ടാകുന്നത്? ഫസ്റ്റ് തലയിലാണല്ലേ വികാസം സംഭവിക്കുന്നത് അല്ലെ? ഒന്ന് ഓർത്ത് നോക്കിയേ കുഞ്ഞുങ്ങൾക്ക്. അല്ലെങ്കിൽ കയ്യിലോ കാലിലോ ആണോ വികാസം സംഭവിക്കുക? ഫസ്റ്റ് എങ്ങനെയാണ്? തലയിലാണ് ഡെവലപ്മെന്റ് സംഭവിക്കുന്നത്. പിന്നീടാണ് കാലിലേക്ക്, അതുപോലെ തന്നെ മറ്റു ഭാഗങ്ങളിലേക്ക്, കൈകാലുകളിലേക്കൊക്കെ കുട്ടിക്ക്
വികാസം സംഭവിക്കുന്നത് അല്ലെ. എന്താണ് ആദ്യം തലയൊന്ന് ആടി ഇങ്ങനെ നിൽക്കും അല്ലെ, തല, അതിനുശേഷം തല ഒന്ന് ഉറച്ച്, പിന്നീട് കുട്ടി എന്ത് ചെയ്യുന്നുണ്ട്, കൈ കൊണ്ടൊക്കെ ഓരോ സാധനങ്ങൾ എടുത്ത് കാലിലൊറ്റയടി വെച്ച് കാല് എന്താണ് ഒന്ന് ഉറച്ചു നിൽക്കാനായിട്ട് തുടങ്ങും അല്ലെ. ഒറ്റടി വെച്ച് നടന്ന് അവൻ നടക്കാനായിട്ട് പഠിക്കുന്നു ഇല്ലേ, അങ്ങനെയല്ലേ. ആദ്യം അപ്പോ തലയിലാണ് ഡെവലപ്മെന്റ് ഉണ്ടാകുന്നത്, പിന്നീടാണ് മറ്റു ഭാഗങ്ങളിലേക്ക് എന്ത് ചെയ്യുന്നത്, വികാസം സംഭവിക്കുന്നത്. അതാണ് പറയുന്നത് ഹെഡ് ടു ഫൂട്ട് ഡെവലപ്മെന്റ് ആണ് സെഫാലോക്യാഡൽ ട്രെൻഡിൽ പറയുന്നത്. കിട്ടിയോ? ഓക്കെ. ഇനി നെക്സ്റ്റ് പറയുന്നത് പ്രോക്സിമോ ഡിസ്റ്റൽ ട്രെൻഡ്. Motor control and coordination begins from the central line of the body. Body access to the outer parts, more far away from it. Proximo distal trend എന്ന് പറഞ്ഞാല് സെക്കൻഡ് ടൈപ്പ് ഓഫ് ഡെവലപ്മെന്റ് ആണ് കേട്ടോ. സെക്കൻഡ് ടൈപ്പ് ഓഫ് ഡെവലപ്മെന്റ് ആണ്. സെഫാലോക്യാഡൽ ട്രെൻഡ് ഫസ്റ്റ് ടൈപ്പ് ഓഫ് ഡെവലപ്മെന്റ് ആണ്. പ്രോക്സിമോ ഡിസ്റ്റൽ ട്രെൻഡ് എന്ന് പറഞ്ഞാല് സെക്കൻഡ് ടൈപ്പ് ഓഫ് ഡെവലപ്മെന്റ് ആണ്. ഓക്കെ, ഇനി ഇവിടെ എങ്ങനെയാണ് വികാസം സംഭവിക്കുന്നത്? സ്പൈനൽ കോഡ് വികസിച്ച് കൈകളിലേക്കും കാലുകളിലേക്കും മറ്റു പാർട്സിലേക്കും വികാസം സംഭവിക്കുന്നു. അതാണ് ഇവിടെ പറയുന്നത്. പ്രോക്സിമോ ഡിസ്റ്റൽ ട്രെൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്പൈനൽ കോഡ് വികസിച്ചുകൊണ്ട് കൈകളിലേക്കും കാലുകളിലേക്കും വികാസം സംഭവിക്കുന്നു. നെക്സ്റ്റ് ഫിംഗർ ഡെവലപ്മെന്റ് സംഭവിക്കുന്നുണ്ട്. നമുക്ക് ഫിംഗർ ഡെവലപ്മെന്റ് ആകുന്നു. അപ്പോൾ ഈ പ്രിൻസിപ്പിളെ പറയുന്നത് ഡെവലപ്മെന്റ് പ്രൊസീഡ്സ് ഫ്രം ജനറൽ ടു സ്പെസിഫിക്. ജനറലിൽ നിന്ന് പിന്നീട് മറ്റു സ്പെസിഫിക് ഭാഗങ്ങളിലോട്ടാണ് വികാസം സംഭവിക്കുന്നത്. ഡെവലപ്മെന്റ് പ്രൊസീഡ്സ് ഫ്രം ജനറൽ ടു സ്പെസിഫിക്. ഈ പ്രിൻസിപ്പിൾ പറയുന്നത് എന്താണ്? സ്പൈനൽ കോഡ് വികസിച്ച് കൈകളിലേക്കും കാലുകളിലേക്കും മറ്റു പാർട്സിലേക്കും വികാസം സംഭവിക്കുന്നതാണ്. അതുപോലെ തന്നെ ഫിംഗർ ഡെവലപ്മെന്റ് ഉണ്ടാകുന്നുണ്ട്. ഈ ഡെവലപ്മെന്റിന് ഈ പ്രിൻസിപ്പിൾ പറയുന്നത് എന്താണ്? ഡെവലപ്മെന്റ് പ്രൊസീഡ്സ് ഫ്രം ജനറൽ ടു സ്പെസിഫിക്. ആദ്യം ജനറലിൽ നിന്ന് പിന്നീട് ഓരോ സ്പെസിഫിക് ഭാഗങ്ങളിലേക്കും കൈകളിലേക്ക് കാലുകളിലേക്ക് അതുപോലെ ഫിംഗേഴ്സിലേക്ക് അല്ലെ ഓരോ സ്പെസിഫൈ ചെയ്തിട്ടുള്ള ഭാഗങ്ങളിലേക്ക് വികാസം ഡെവലപ്മെന്റ്സുകൾ ഉണ്ടാകുന്നു. അതാണ് ഈ പ്രിൻസിപ്പിൾ പറയുന്നത്. ഇപ്പൊ പറഞ്ഞ പോയിന്റ് ഒന്നുകൂടി പറയാവോ? ഇതാണ് ഡെവലപ്മെന്റ് പ്രൊസീഡ്സ് ഫ്രം ജനറൽ ടു സ്പെസിഫിക്. ഡെവലപ്മെന്റ് പ്രൊസീഡ്സ് ഫ്രം ജനറൽ ടു സ്പെസിഫിക്. എക്സാമ്പിൾ പറയാം കേട്ടോ. ആദ്യം കുഞ്ഞ് എന്താണ് ഇങ്ങനെ നോക്കിക്കിടക്കും അല്ലെ, കൈയിട്ട് ഇങ്ങനെ ചുരുട്ടി പിടിച്ചുകൊണ്ട് നോക്കിക്കിടന്ന് പിന്നീട് അവൻ കൈകൾ അനക്കി തുടങ്ങും അല്ലെ. കൈകൾ അനക്കി കൈയൊക്കെ വിരിച്ച് അല്ലെ, വിരലുകളൊക്കെ വിരിച്ചു തുടങ്ങും. അതിനുശേഷം എന്ത് ചെയ്യും? ചിലപ്പോ നമ്മുടെ ഈ കുഞ്ഞി കൈ കൊണ്ട് നമ്മുടെ കൈ പിടിക്കാനായിട്ട് തുടങ്ങും. എന്തെങ്കിലും ടോയ് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പിടിക്കാനായിട്ട് തുടങ്ങും അല്ലെ. ആദ്യമൊക്കെ കയ്യിൽ നിന്ന് പെട്ടെന്ന് പോവും, അവന് പിടിക്കാൻ അറിയില്ല. പിന്നീട് അവൻ എന്താണ് ആ കൈ കൊണ്ട് അവനറിയാം എന്താണ് കൈ കൊണ്ട് നമുക്ക് ഓരോ സാധനങ്ങളും പിടിക്കാനായിട്ട് പറ്റും എന്നുള്ളത് മനസ്സിലാക്കി കൈ കൊണ്ട് ഓരോ ടോയ്സുകളായാലും നമ്മൾ കൊടുക്കുന്നത് എന്തായാലും പിടിക്കാനായിട്ട് തുടങ്ങും. മനസ്സിലായോ? ഓക്കെ, ആദ്യം കൈ അനക്കി തുടങ്ങും അല്ലെ. കൈ അനക്കി പിന്നീട് കൈ കൊണ്ട് ഓരോ ടോയ്സുകളായാലും ഇതൊക്കെ പിടിക്കാനായിട്ട് ആരംഭിക്കും. അതുപോലെ തന്നെ നമുക്ക് പറയാൻ പറ്റും, ആദ്യം ഇപ്പൊ കുട്ടികൾ ഇപ്പൊ ആരെങ്കിലും കണ്ടാല് പറയും അല്ലെ അമ്മ അമ്മ അല്ലെ. അവൻ വിളിക്കുന്നത് എങ്ങനെയാണ്? ഫസ്റ്റ് വിളിക്കുന്നത് അമ്മനെ ആയിരിക്കും അല്ലെ. അപ്പൊ ആരെ കണ്ടാലും അമ്മ അമ്മ എന്നായിരിക്കും പറയുന്നത്. അതുപോലെ തന്നെ ഇപ്പോ നമ്മള് എന്തെങ്കിലും കാക്കനെ കാണിച്ചു കൊടുത്താല് പല ബേർഡ്സിനെ കണ്ടാലും പറയുന്നത് എന്താണ്? കാക്ക. പിന്നീടാണ് ഇത് കാക്കയല്ല എന്ന് മനസ്സിലാക്കാനായിട്ട് തുടങ്ങുന്നത് അല്ലെ. കാക്കയല്ല, അത് തത്തയാണ്.
അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കിളിയാണ് നമ്മൾ പറഞ്ഞു കൊടുക്കുമ്പോഴാണ് അല്ലെ. ഓക്കെ, ആദ്യം ജനറൽ ആയിട്ടൊന്ന് മനസ്സിലാക്കാം. പിന്നീട് ഓരോ കാര്യങ്ങളും സ്പെസിഫിക് ആയിട്ട് അതിൽ മനസ്സിലാക്കി തുടങ്ങും. അപ്പൊ പിന്നീട് സ്പെസിഫിക് ഡെവലപ്മെന്റ്സുകൾ സംഭവിക്കും. മനസ്സിലായോ? മൂന്ന് കാര്യങ്ങളൊന്ന് വായിച്ചു നോക്കിയേ. 3ഉം 4ഉം ഒന്ന് വായിക്കാം കേട്ടോ. മാം ലാസ്റ്റ് പറഞ്ഞത് ഒന്ന് പറയോ? ഡെവലപ്മെന്റ് പ്രൊസീജിയർ ഫ്രം സ്പെസിഫിക് ലാസ്റ്റ് വരുന്നു. ഡെവലപ്മെന്റ് പ്രൊസീഡ്, PROCEED, പ്രൊസീഡ് ഫ്രം ജനറൽ ടു സ്പെസിഫിക്. ആദ്യം ജനറൽ ആയിട്ട് മനസ്സിലാക്കിയിട്ട് പിന്നീട് ഓരോ കാര്യങ്ങളും സ്പെസിഫിക് ആയിട്ട് മനസ്സിലാക്കാനായിട്ട് തുടങ്ങും. ക്ലിയർ ആയോ? 3ഉം 4ഉം എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഓക്കെ ആണല്ലേ. ഇനി നമുക്ക് നെക്സ്റ്റ് പ്രിൻസിപ്പിൾ നോക്കാം. ബൈലാറ്ററൽ ടു യൂണിലാറ്ററൽ ട്രെൻഡ്. A newborn infant is necessarily a bilaterally symmetrical organism, anatomically, morphologically, and functionally. But as it grow up, preference to one of the direction occupies place and it becomes unilateral. So bilateral to unilateral trend എന്ന് പറയുന്നത് ഒരു കുട്ടി ജനിക്കുന്ന സമയത്ത് കുട്ടിയുടെ പ്രവർത്തനങ്ങൾ, ഫങ്ഷണാലിറ്റി പ്രവർത്തനങ്ങള്, അതുപോലെ തന്നെ എന്താണ് അനാറ്റോമിക്കലി എന്ന് പറഞ്ഞാല് ശരീരഘടന, അതുപോലെ മോർഫോളജിക്കലി എന്ന് പറഞ്ഞാല് എന്താണ് രൂപശാസ്ത്രപരമായ ഒരു കുട്ടി ജനിക്കുന്ന സമയത്ത് കുട്ടിയുടെ പ്രവർത്തനങ്ങള്, അതുപോലെ ശരീരഘടന, അതുപോലെ എന്താണ് രൂപശാസ്ത്രപരമായിട്ടുള്ള ഘടനകള്, ഇതൊക്കെ സിമ്മട്രിക്കല് ഒരുപോലെ ആയിരിക്കും എന്ന് പറയുന്നത്. ഒരുപോലെ ആയിരിക്കും. പിന്നീട് അവര് വളരുമ്പോഴാണ് ഓരോ ദിശയിലേക്ക് മാത്രം ഈ മുൻഗണന കൊടുത്ത് അവര് വളരുന്നത്. ഇപ്പോ ഫോർ എക്സാമ്പിൾ പറയാം, കുട്ടി ഇപ്പോ ഫുഡ് കഴിക്കാൻ തുടങ്ങുന്നത്. ഫുഡ് കഴിക്കുമ്പോൾ എന്താണ് ചിലവര് 2 കൈ വെച്ച് കഴിക്കാൻ തുടങ്ങാറുണ്ട് അല്ലെ, അല്ലെങ്കിൽ 2 കൈ വെച്ച് കഴിക്കാറുണ്ട്. അതെന്ത് ചെയ്യും? അമ്മമാര് കാണുമ്പോ അതങ്ങനെയല്ല മോനെ, എന്താണ് നമ്മൾ റൈറ്റ് ഹാൻഡ് കൊണ്ടാണ് ഫുഡ് കഴിക്കേണ്ടത് എന്ന് പറഞ്ഞു കൊടുത്ത് നമ്മള് അത് മാറ്റാറുണ്ട് അല്ലെ. ആ ശീലം മാറ്റി കൊടുക്കാറുണ്ട് നമ്മള്. അതുപോലെ തന്നെ ചിലവര് എഴുതുന്നത്, അതുപോലെ തന്നെ ഫുഡ് കഴിക്കുന്നതായാലും ലെഫ്റ്റ് ഹാൻഡ് കൊണ്ടായിരിക്കും ഇല്ലേ? ചിലപ്പോ നിങ്ങളുടെ മക്കളിൽ ആർക്കെങ്കിലൊക്കെ ഉണ്ടായിട്ടുണ്ടാവാം ഇല്ലേ? അങ്ങനെയും സംഭവിക്കുന്നുണ്ട് അല്ലെ. അപ്പൊ എന്തുകൊണ്ടാണ് അവര് വളരുമ്പോഴും ആ ലെഫ്റ്റ് ഹാൻഡ് കൊണ്ട് എഴുതുന്നതായാലും ഫുഡ് കഴിക്കുന്നതായാലും സംഭവിക്കുന്നത്? അവര് വളരുമ്പോ ആ ദിശയിലേക്ക് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ടാണ് അവരില് വികാസം സംഭവിക്കുന്നത്, അല്ലെങ്കിൽ ഡെവലപ്മെന്റ്സ് ഉണ്ടാകുന്നത്. അവര് ആ ഭാഗത്തോട് മാത്രമായിരിക്കാം കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ആ ദിശയിലേക്ക്, ഒരു ദിശയിലേക്ക് മാത്രം അവരെന്ത് ചെയ്യുന്നത്? ഫുഡ് കഴിക്കുന്നതായാലും അല്ലെങ്കിൽ എഴുതുന്നതായാലും ചിലപ്പോ ലെഫ്റ്റ് ഹാൻഡ് കൊണ്ടായിരിക്കാം. നമ്മളൊക്കെ ഭൂരിഭാഗം ആൾക്കാരും റൈറ്റ് ഹാൻഡ് കൊണ്ട് ഫുഡ് കഴിക്കും, റൈറ്റ് ഹാൻഡ് കൊണ്ട് എഴുതും അല്ലെ. ചിലവരില് അങ്ങനെ വ്യത്യാസം സംഭവിക്കുന്നുണ്ട്. ഇപ്പോ സച്ചിൻ ടെണ്ടുൽക്കർ ആയാല് എന്താണ് അദ്ദേഹത്തിന്റെ പ്രത്യേകത? എന്താ അറിയോ എന്താണെന്നുള്ളത്? ലെഫ്റ്റ് ഹാൻഡ്. ലെഫ്റ്റ് ഹാൻഡ് ആണ് അല്ലെ. അദ്ദേഹം എന്താണ്, അദ്ദേഹത്തിന് വികാസം സംഭവിക്കുമ്പോൾ എന്താണ് അദ്ദേഹം കോൺസെൻട്രേറ്റ് ചെയ്തത് ലെഫ്റ്റ് ഹാൻഡിലാണ്. അതുകൊണ്ടാണ് അദ്ദേഹം ലെഫ്റ്റ് ഹാൻഡർ ആയത്. മനസ്സിലായോ? അപ്പോ ബൈലാറ്ററൽ ടു യൂണിലാറ്ററൽ ട്രെൻഡ് എന്ന് പറഞ്ഞാല് കുട്ടികൾ ജനിക്കുന്നത് മുതൽ വികാസം സംഭവിക്കുന്നത് വരെ,
അവര് വളർന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അവരില് ഒരു ദിശയിലേക്ക് മാത്രം അവര് കോൺസെൻട്രേഷൻ കൊടുത്ത് വളരുന്നു. ക്ലിയർ ആയോ? ആ ദിശയിൽ മാത്രമായിരിക്കും അവർക്ക് വികാസം സംഭവിക്കുന്നത്. ഓക്കെ, മനസ്സിലായോ? ഓക്കെ, ഇനി നെക്സ്റ്റ് ആണ് മാക്സിമം ടു മിനിമം ട്രെൻഡ്. At the early stage, the extent or muscular involvement and the amount of energy spent on motor functions are greater than at the later stages. Both motor coordination and strength grows with age. Motor development relies not only on neuromuscular maturity but also an environmental opportunity, especially availability of equipment and the opportunity to observe and imitate other children and the opportunity to experience. നമുക്കറിയാം എന്താണ് കുട്ടികളിൽ മോട്ടോർ സ്കിൽസുകള് പ്രായമനുസരിച്ച് വളരുന്നുണ്ട് അല്ലെ? ഇല്ലേ? കുട്ടി ജനിക്കുമ്പോ ആദ്യം കൈ ഇങ്ങനെ പിടിച്ചു കിടക്കുന്നു, പിന്നീട് കൈ അനക്കുന്നു, പിന്നെ വിരലുകൾ അനക്കുന്നു, പിന്നീട് കമിരുന്നു, പിന്നീട് ഹെഡ് എന്താണ് നല്ല രീതിയിൽ അവൻ ഹോൾഡ് ചെയ്യാനായിട്ട് അല്ലെ, പിടിക്കാനായിട്ട് പറ്റുന്നു. അതിനുശേഷം നീന്താൻ തുടങ്ങുന്നു, പിടിച്ചു കയറാനായിട്ട് ഒറ്റടി വെച്ച് നടക്കാനായിട്ട് തുടങ്ങുന്നു, പിന്നീട് ചാടാനും ഓടാനും അല്ലെ. അങ്ങനെയെല്ലാം എന്താണ് മോട്ടോർ ഡെവലപ്മെന്റ്സുകൾ സംഭവിക്കുന്നുണ്ട്. ജനിച്ചത് മുതൽ കുട്ടി വളരുന്നത് വരെ വളർന്നുകൊണ്ടിരിക്കുന്നത് വരെ എന്താണ് അവരില് മോട്ടോർ ഡെവലപ്മെന്റുകൾ നടക്കുന്നുണ്ട് അല്ലെ. ഇങ്ങനെ നടക്കുമ്പോ അവരുടെ ബ്രെയിനിലും വളർച്ച സംഭവിക്കുന്നുണ്ടോ? മോട്ടോർ ഡെവലപ്മെന്റ് ഉണ്ടാകുന്നതോട് തന്നെ എന്താണ് ബ്രെയിനിലും എന്ത് സംഭവിക്കുന്നുണ്ട്? ഡെവലപ്മെന്റ്സ് അല്ലെ, ബ്രെയിനിലും ഡെവലപ്മെന്റ്സ് ഉണ്ടാകുന്നുണ്ട്. ഇങ്ങനെ ഡെവലപ്മെന്റ്സ് ഉണ്ടായാലും നമുക്ക് എന്താണ് ഒരു കുട്ടീനെ ഇപ്പോ വെറുതെ ഇരുത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് അവന് ബ്രെയിൻ ഡെവലപ്മെന്റ് ഉണ്ടാകും? അല്ലെങ്കിൽ ഡെവലപ്മെന്റ് സംഭവിക്കുന്നുണ്ട്, പക്ഷെ അതിനെന്താണ് ഒരു നല്ല രീതിയിൽ അല്ലെ വളർച്ച നമുക്ക് ഉണ്ടാകുമെന്ന് പറയാൻ പറ്റില്ല. അപ്പോ അവന് എന്ത് ചെയ്യണം? നല്ല രീതിയിൽ അവന് ബ്രെയിൻ ഡെവലപ്മെന്റ് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടത്? നമ്മള് വെറുതെ ഇരുത്തി കഴിഞ്ഞാലേ പറ്റുമോ? നിങ്ങളുടെ ക്ലാസ്സിലേക്ക് ഇപ്പൊ കുറച്ച് കുട്ടികളുണ്ട്, അവരുടെ ബ്രെയിൻ ഡെവലപ്മെന്റ് നല്ല രീതിയിൽ നടക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തൊക്കെ ചെയ്ത് കൊടുക്കും? എന്തൊക്കെയാ കൊടുക്കാം? വെറുതെ ഇരുത്തി കഴിഞ്ഞാൽ വികാസം സംഭവിക്കോ? ഡെവലപ്മെന്റ് ഉണ്ടാവും, നല്ല രീതിയിൽ ഡെവലപ്മെന്റ് ഉണ്ടാകില്ല അല്ലെ. അതിനെ പറ്റിയ ആക്ടിവിറ്റീസ് കൊടുക്കണം ഇല്ലേ? എക്യുപ്മെന്റ്സ്, ടോയ്സ്, അതുപോലെ കുറെ കാര്യങ്ങൾ ആക്ടിവിറ്റിയിലൂടെ ചെയ്യാനായിട്ട് അല്ലെ അവരെ പ്രേരിപ്പിക്കണം, പഠിപ്പിക്കണം അല്ലെ. ആണോ? ഓക്കെ, അപ്പൊ അതാണ് ഇവിടെ പറയുന്നത് മാക്സിമം ടു മിനിമം ട്രെൻഡ്. അപ്പോ എന്താ പറഞ്ഞത്? മോട്ടോർ സ്കിൽസുകള് പ്രവർത്തിക്കുന്നതനുസരിച്ച് അല്ലെ, ഓരോ പ്രായമാകുന്നതനുസരിച്ചിട്ട് മോട്ടോർ സ്കിൽസുകളും കുട്ടികളില് വളരുന്നുണ്ട്. അതോടൊപ്പം തന്നെ ബ്രെയിൻ ഡെവലപ്മെന്റും അവർക്ക് സംഭവിക്കുന്നുണ്ട്. പക്ഷെ ഒരു കുട്ടീനെ നമ്മുടെ കയ്യിലേക്ക് കിട്ടുന്ന കുട്ടീനെ വെറുതെ ഇരുത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ നല്ല രീതിയിൽ ബ്രെയിൻ ഡെവലപ്മെന്റ് ഉണ്ടാവില്ല. അങ്ങനെ നല്ല രീതിയിൽ ബ്രെയിൻ ഡെവലപ്മെന്റ് ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? അവന് കളിക്കാനുള്ള ആക്ടിവിറ്റീസ് കൊടുക്കുക. ഓരോ ആക്ടിവിറ്റീസിലൂടെ അവൻ ചെയ്ത് ഓരോ കാര്യങ്ങൾ പഠിക്കാനായിട്ട് കൊടുക്കണം. അതുപോലെ തന്നെ പല രീതിയിലുള്ള എക്യുപ്മെന്റ്സുകൾ വെച്ചിട്ട് അവന് കളിക്കാനായിട്ട് അല്ലെ എക്യുപ്മെന്റ്സുകൾ കൊടുക്കുക. അപ്പൊ എന്താണ് അവൻ പിടിക്കാനായിട്ട് ഇതെങ്ങനെയാണ് അത് എന്താണ് ഇപ്പൊ ബിൽഡിംഗ് ബ്ലോക്സ് ഒക്കെ നമ്മൾ എങ്ങനെയാണ് ബിൽഡിംഗ് ബ്ലോക്സ് വെറുതെ കട്ടകളൊക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓരോ രീതിയിൽ അവര് ക്രിയേറ്റീവായിട്ട് ചിന്തിക്കാനും ക്രിയേറ്റീവായിട്ട് ഉണ്ടാക്കാനായിട്ടൊക്കെ തുടങ്ങും അല്ലെ. അവരുടെ ബ്രെയിൻ ഡെവലപ്മെന്റ് അതിലൂടെ എന്താണ് ഡെവലപ്പ് ആവാനായിട്ട് തുടങ്ങുന്നുണ്ട്. അതാണ് മാക്സിമം ടു മിനിമം ട്രെൻഡ്. കിട്ടിയോ? എന്താണ് കൺസെപ്റ്റ് എന്ന് മനസ്സിലായോ? ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ പ്രിൻസിപ്പിളിൽ പറയുന്നത് കേട്ടോ. ഓക്കെ, ഇനി നെക്സ്റ്റ് ഒരു കാര്യം കൂടിയുണ്ട്, റോൾ ഓഫ് ടീച്ചർ. റോള് എങ്ങനെയാണ് മോട്ടോർ ആൻഡ് ഫിസിക്കൽ ഡെവലപ്മെന്റ് സംഭവിക്കുന്നത്? നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ ഒന്ന് വായിച്ചു നോക്കിയേ. എങ്ങനെയാണ് ഒരു ടീച്ചറിന്റെ റോള്? കുറച്ച് പോയിന്റ്സ് ഉള്ളൂ, ഒന്ന് വായിച്ചു നോക്കിയേ.
വായിച്ചിട്ട് എന്താ മനസ്സിലായെന്ന് മിസ്സിനോട് പറയണം കേട്ടോ. എന്തൊക്കെ കാര്യങ്ങളാണ് കുട്ടികൾക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുക ഡെവലപ്മെന്റ്സ് ഉണ്ടാകാൻ വേണ്ടിയിട്ട്. ഓക്കെ, എന്തെങ്കിലും മനസ്സിലായോ റോൾ ഓഫ് ടീച്ചറില്? ഫസ്റ്റ് പോയിന്റ് എന്താണ്? Children should be motivated to manipulate, handle and use various objects and implements so as to provide sensory activity and eye-hand coordination. എന്താണ് പറയുന്നത്? ഐയും ഹാൻഡും കോർഡിനേറ്റ് ചെയ്യുക. പറഞ്ഞോ സോണിമ. കുട്ടികളെ നമ്മൾ ആദ്യമായിട്ട് ടീച്ച് ചെയ്യുന്ന സമയത്ത് അവരെ ലെസൺസ് ആയിട്ട് മീൻസ് അങ്ങനെ എന്താ പറയാ സിലബസിലി അങ്ങനെ പഠിപ്പിക്കാതെ അവരെ ആക്ടിവിറ്റീസ് ത്രൂ പഠിപ്പിക്കണം. പിന്നെ അവരുടെ സെൻസറി ആക്ടിവിറ്റീസ് ബൈ ടച്ചിങ്, ബൈ സീയിങ്, അവര് അത് മനസ്സിലാക്കി അവരെ കൈകൊണ്ട് തൊട്ടറിഞ്ഞ് അല്ലെങ്കിൽ കണ്ടറിഞ്ഞ് അങ്ങനെ ചെയ്താൽ അവർക്ക് ബ്രെയിൻ കുറച്ചുകൂടി ആക്റ്റീവ് ആവും, ഡെവലപ്ഡ് ആവും. ഹാൻഡ് കോർഡിനേഷൻ അതുപോലെ തന്നെ സെൻസറി ആക്ടിവിറ്റീസ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ഒക്കെ കൊടുത്തുകൊണ്ട് വേണം കുട്ടികളെ പഠിപ്പിക്കാനായിട്ട്. അപ്പൊ എന്താണ് അവർക്ക് മോട്ടോർ സ്കിൽസ് ആയാലും ഫിസിക്കൽ ആയിട്ടും ഡെവലപ്മെന്റുകൾ സംഭവിക്കുക. ഇനി നെക്സ്റ്റ് എന്താണ്? ഡ്യൂറിങ് പ്രീ സ്കൂൾ ആൻഡ് പ്രൈമറി സ്കൂൾ ഡേയ്സ് ആക്ടിവിറ്റീസ് ലൈക്ക് ക്ലേ വർക്ക്, കളറിംഗ്, സ്റ്റിയറിംഗ്, അതുപോലെ കട്ടിംഗ്, പെയിന്റിംഗ്, ത്രെഡിംഗ് ആൻഡ് എന്താണ് swerving etc. should be arranged to attain early motor control and coordination. എന്തൊക്കെ ആക്ടിവിറ്റീസ് ആണ് അവർക്ക് കൊടുക്കേണ്ടത് അറിയാലോ നിങ്ങൾക്ക് തന്നെ? ക്ലേ വർക്ക് അല്ലേ? ക്ലേ വർക്ക്, കളറിങ്, പിന്നെ കളിമണ്ണ് വെച്ചിട്ടുള്ള കളികള്, പിന്നെ വെട്ടല്, മുറിക്കല്, പെയിന്റിങ്, ത്രെഡിങ്, തയ്യല്, അതുപോലുള്ള വർക്കുകളൊക്കെ കൊടുക്കുമ്പോ അവരുടെ മോട്ടോർ ഡെവലപ്മെന്റ് പെട്ടെന്ന് തന്നെ സംഭവിക്കും. ഇനി എന്താണ്? ഓർഗനൈസ് സ്യൂട്ടബിൾ പ്ലേ ആക്ടിവിറ്റീസ് ദാറ്റ് വിൽ ഹെൽപ് ദ ചിൽഡ്രൻ ലേൺ മോട്ടോർ സ്കിൽസ് ബൈ അസംബ്ലിംഗ് ആൻഡ് കൺസ്ട്രക്ടിങ്. ഇതായിരിക്കും പറഞ്ഞതുപോലെ തന്നെ എന്താണ് പ്ലേ ആക്ടിവിറ്റീസ് അല്ലെ? എന്താണ് ഇപ്പോ ബിൽഡിംഗ് ബ്ലോക്സ് ഒക്കെ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് അവർക്ക് മോട്ടോർ ഡെവലപ്മെന്റും അവരുടെ ക്രിയേറ്റിവിറ്റി ഒക്കെ വർദ്ധിക്കില്ലേ? ഓക്കെ, അതാണ് അവിടെ പറയുന്നത്. എന്താണ് ഓരോ കാര്യങ്ങളും മോട്ടോർ സ്കിൽസ് വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് പ്ലേ ആക്ടിവിറ്റീസ് ഒക്കെ കൊടുക്കാം. ഇനി നെക്സ്റ്റ് നോക്കിക്കോളൂ. ഡെമോൺസ്ട്രേറ്റ് മോട്ടോർ സ്കിൽസ് ഫോർ ബിഗിനേഴ്സ്, പ്രൊവൈഡ് മാനുവൽ ഗൈഡൻസ് ടു ചിൽഡ്രൻ ആക്ടിവിറ്റീസ് ഓർ ഫ്യൂച്ചർ fruitful then verbal lessons. എന്താണത്? ഈ വെർബലി നമ്മള് ഓരോ കാര്യങ്ങൾ ഇപ്പൊ ലെക്ചർ ആയിട്ട് പറഞ്ഞു കൊടുക്കാതെ അല്ലെ, നമ്മളെ വായ കൊണ്ട് പറഞ്ഞു കൊടുക്കാതെ അവർക്ക് ആക്ടിവിറ്റീസിലൂടെ അവര് പഠിക്കുന്നുണ്ട് അല്ലെ. ഇപ്പൊ CBSE സ്കൂളിലൊക്കെ അങ്ങനെയാണ് ഓരോ കാര്യങ്ങളും. എന്റെ മോൾക്കൊക്കെ ടീച്ചേഴ്സ് LKG ആയാലും UKG ആയാലും ആക്ടിവിറ്റീസിലൂടെയാണ് അവർ പഠിപ്പിക്കുന്നത് ഓരോ കാര്യങ്ങളും ചെയ്യാനായിട്ട്. ഇപ്പൊ കൗണ്ട് ചെയ്യാനായാലും അപ്പൊ അങ്ങനെ ഇപ്പൊ കോളൊക്കെ കൊടുക്കുക, അല്ലെങ്കിൽ പെൻ കൊടുക്കുക, അതുപോലെ തന്നെ എന്താണ് ഡിവൈഡ് ചെയ്ത് സോർട്ട് ചെയ്ത് വെക്കാനായിട്ടുണ്ടെങ്കിലും കളേഴ്സ് അറിയാനായിട്ടായാലും ഇതൊക്കെ എന്താണ് ഓരോ കാര്യങ്ങളും അവർ ആക്ടിവിറ്റിയിലൂടെയാണ് ചെയ്ത് പഠിപ്പിക്കുന്നത്.
അങ്ങനെ ആക്ടിവിറ്റിയിലൂടെ നമ്മൾ ലെക്ചറായിട്ട് പറഞ്ഞു കൊടുക്കുന്നതിനെക്കാട്ടിലും അവർക്ക് അവരുടെ മനസ്സിൽ കയറുന്നത് എങ്ങനെയാണ്? ഓരോ കാര്യങ്ങൾ ആക്ടിവിറ്റിയിലൂടെ ചെയ്തു പഠിപ്പിക്കുമ്പോഴാണ്. ഇനി നെക്സ്റ്റ് ആണ് proficiency of motor control relies on constant practice. So, facilitate should be arranged for the practice of various motor skills. ഇനി ഓരോ കാര്യങ്ങളും അവര് കോൺസ്റ്റന്റ് ആയിട്ടല്ലേ, കോൺസ്റ്റന്റ് പ്രാക്ടീസിലൂടെ, കണ്ടിന്യൂസ് ആയിട്ടുള്ള കോൺസ്റ്റന്റ് ആയിട്ടുള്ള പ്രാക്ടീസിലൂടെ ചെയ്തു പഠിക്കുമ്പോൾ എന്തായിരിക്കും അവർക്ക് പെട്ടെന്ന് ഓരോ കാര്യങ്ങൾ മനസ്സിലാവാനായിട്ടും അതുപോലെ തന്നെ അവരുടെ സ്കില്ല് വർദ്ധിപ്പിക്കാനായിട്ടും സഹായിക്കുന്നത്. ഇൻഡിപെൻഡന്റ് ആക്ടിവിറ്റി വിത്ത് സ്ട്രോങ് മോട്ടിവേഷൻ lead to speedy motor development, so give sufficient and apt motivation to the children. എന്താണ് ഇൻഡിപെൻഡന്റ് ആയിട്ട് നമ്മൾ ഓരോ കാര്യങ്ങളും ആക്ടിവിറ്റിയിലൂടെ ചെയ്ത് പഠിപ്പിക്കുമ്പോൾ അവര് ഇൻഡിപെൻഡന്റ് ആയിട്ട് നമ്മൾ ചെയ്യാനായിട്ട് പഠിക്കും അല്ലെ. ഇൻഡിപെൻഡന്റ് ആയിട്ട് ഓരോ കാര്യങ്ങളും ചെയ്യാനായിട്ട് കുട്ടികൾ തന്നെ പഠിച്ചു തുടങ്ങും. Give normal supervision, balanced guidance and constructive criticism. അപ്പൊ എന്താണ് സൂപ്പർവൈസ് ചെയ്യാം കുട്ടികളെ, അതുപോലെ തന്നെ അവർക്ക് വേണ്ട ഗൈഡൻസ് കൊടുക്കാം, അതുപോലെ ഇപ്പൊ അവർ ചെയ്യേണ്ടാത്ത കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ക്രിറ്റിസൈസും വിമർശനവും അവർക്ക് കൊടുക്കാം. ക്ലിയർ ആയോ? ഇത്രയും കാര്യങ്ങളാണ് റോൾ ഓഫ് ടീച്ചറിൽ വരുന്നത് കേട്ടോ. ഓക്കെ, അതും കൂടി ഒന്ന് നോക്കി വയ്ക്കാം. ഇതോടുകൂടി നമ്മുടെ ഈ ചാപ്റ്റർ കംപ്ലീറ്റ് ആയി കേട്ടോ. ഓക്കെ, ഓക്കെ ആണോ? റോൾ ഓഫ് ടീച്ചർ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയാൽ മതി കേട്ടോ. ക്ലിയർ അല്ലേ റോൾ ഓഫ് ടീച്ചർ? ഓക്കെ, ആരാ സൈൻ ഔട്ട് പറയുന്നത്? സൈൻ ഔട്ട് ഞാനാണ് മാം. Yes. Good afternoon, Milrose ma'am, and my friends, myself, Shobana. Thank you, ma'am, for this wonderful class. I appreciate your guidance and support. Let's make the most of our time together and have a great class. Then today's topic is principles of motor development. Mass to specific trend and large to small trend. Then third part, cephalogodal trend, proximo-distal trend, bilateral to unilateral trend, maximum to minimum trend. Then last one, role of the teacher. We studied detail about this topic. Then thank you, ma'am. ജലദോഷം പിടിച്ചിട്ട് സൗണ്ട് പോയിട്ടുണ്ട്. Thank you, miss. Thank you, ma'am. Thank you, ma'am.